2023 നവംബർ 17 CH മുസ്തഫ നടത്തിയ ഒരു ഖുതുബയുണ്ട്. അതിലെ വിഷയം ആയിഷ ബീവിയുടെ വിവാഹം, വിവാദങ്ങളും വസ്തുതകളും എന്നാണ്. അതിൽ മുസ്തഫ ആയിഷ ബീവിയുടെ 17ാമത്തെ അല്ലെ 18ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുസ്തഫ വിവാഹം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മുസ്തഫ എന്നില്ലല്ലോ. അന്ന് ആ പ്രസംഗത്തിൽ മുസ്തഫ ആയിഷ റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് നബി അവരുടെ 17ാമത്തെ വയസ്സിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് വലിയ വായിൽ മുസ്തഫ ഇമാം ബുഖാരിയെ അധിക്ഷേപിക്കുന്നുണ്ട്. ബുഖാരി കള്ളം പറഞ്ഞു, കളവെഴുതി വെച്ചു. അക്കൂട്ടത്തിൽ തന്നെ ഇബ്നു ഇസ്ഹാഖ് അതുപോലെ തബരി പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ അത് ശരിവെക്കുന്നുണ്ട്. ഇത് ചരിത്രമാണ്, മറ്റത് കള്ളമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണ് മുസ്തഫ ആയിഷ റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ട് സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ ഹെഡിങ് മുസ്തഫ കൊടുത്തതും അങ്ങനെയാണ്. ആയിഷയുടെ വിവാഹം, ആയിഷ ബീവിയുടെ വിവാഹം, വിവാദങ്ങളും വസ്തുതകളും എന്നാണ്. ഒരു കൊല്ലം 23, 25ാമത്തെ വർഷമാണ്. അപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആയിഷ ബീവിയെ തലാഖ് ചൊല്ലിച്ചു. അതപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ മുസ്തഫ പറയണത് ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെ 2 ഭാര്യമാരെ ഉണ്ടായിരുന്നു. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25ാമത്തെ വയസ്സിൽ 40 വയസ്സ് പ്രായമുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നു. അത് ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയ ഉടനെ തന്നെ ആ കാര്യം അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് പ്രയാസപ്പെട്ടാണ് വീട്ടിലെത്തിയത്. കാരണം നേരത്തെ പരിചയമില്ലാത്തൊരു സംഗതി, അനുഭവമില്ലാത്തൊരു സംഗതി പുതുതായിട്ട് അനുഭവപ്പെടുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന ഒരവസ്ഥയാണത്. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചു. ഒരിക്കലും അല്ലാഹു താങ്കളെ കൈവടിയുകയില്ല എന്ന് പറഞ്ഞു. കാരണം താങ്കൾ ഇന്ന ഉത്തമ ഗുണങ്ങളുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു കൈവടിയില്ല എന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. തുടർന്ന് അവർ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറഖത്തിന്റെ അടുത്ത് കൊണ്ടുപോയി നിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുമുതൽക്ക് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്താണ് ഈ ഘട്ടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായകമായി വർദ്ധിച്ചിട്ടുള്ളത്. നബിയുടെ നിഴൽ പോലെ, അല്ലെങ്കിൽ നബിയുടെ ഏറ്റവും വലിയ സംരക്ഷക എന്നുള്ള നിലക്കാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഈ ഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മുസ്തഫ വെട്ടിമാറ്റിയിട്ടുള്ള മക്കളടക്കം, അതായത് സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജയിലുണ്ടായ മക്കളിൽ നിന്നൊക്കെ ഇവരൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട് മുസ്തഫ. ഒരു മനുഷ്യൻ തരം താഴാന്നുള്ളത് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് പോട്ടെ, ഒരു സാധാരണ മനുഷ്യന്റെ മക്കളെപ്പോലും അയാളിൽ നിന്ന് അയാളുടെ മക്കളല്ല എന്ന് പറയുന്ന ഒരുത്തൻ്റെ തൊലിക്കട്ടി എത്ര ഉണ്ടാവും എന്നാലോചിച്ച് നോക്കിയാട്ടെ. ഈ തൊലിക്കട്ടിയായിട്ടാണ് മുസ്തഫ മുമ്പോട്ട് പോണത്.
ഏതായിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാണ്ട് 51 വയസ്സാണ് വരെ എന്ന് പറയാം. അതായത് ഹിജ്റയുടെ 2 കൊല്ലം മുമ്പോ മറ്റാണ് ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേറെ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളതും ചരിത്രമാണ്. അതിനുശേഷം ചരിത്രത്തിൽ തന്നെ നമ്മൾക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് സൗദ ബിൻതു സംഅ. അതിനുശേഷം ആയിഷ, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തതായിട്ട്. മുസ്തഫ സാധാരണ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഹദീസ് പ്രമാണമാണ് എന്നുള്ള നിനക്ക് അംഗീകരിക്കൂല, അത് ചരിത്രം എന്ന് നിനക്ക് അംഗീകരിക്കും. ഇത് പറയുന്ന മുസ്തഫ തന്നെയാണ് ഹദീസിനെ ഒരു ഭാഗത്ത് തള്ളിപ്പറയുകയും ചരിത്രത്തെ അംഗീകരിക്കുമെന്ന് പറയുമ്പം തന്നെ ചരിത്രത്തിലുള്ള സംഗതികളെ തന്നെ തനിക്ക് പിന്നെ ഇഷ്ടമല്ല എന്നതുകൊണ്ട് പിന്നെ അതിനെ തള്ളിപ്പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന് എന്ത് ഭ്രാന്താണ് എന്നുള്ളത് ഇവനെ കേൾക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. താൻ നേരത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ഒരുത്തൻ എന്നാണല്ലോ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പറയണത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ല എന്ന് പറയാൻ വേണ്ടി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ എന്താ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നുവല്ലോ എന്ന്. അതേ മൂപ്പർ ചർച്ച ചെയ്തതായിട്ട് മൂപ്പർക്ക് ഓർമ്മയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, നബി എപ്പോഴാണ് ആയിഷയെ വിവാഹം ചെയ്തതെന്നൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇപ്പം പറയാണ് അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്, വിവാഹത്തെ പറ്റിയല്ല. സാധാരണ മലയാളത്തിൽ ഉളുപ്പ് പറഞ്ഞ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഇതില്ലാത്തവന് ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണലായി കാണുമെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് മുസ്തഫ ഉള്ളത്. എന്നിട്ട് പിന്നെ ഹിജ്റയുടെ 11ാമത്തെ കൊല്ലം ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നു. തുടർന്ന് നുബുവത്തിന്റെ 11ാമത്തെ കൊല്ലം, തുടർന്ന് ഹിജ്റയുടെ 6 വർഷം കഴിഞ്ഞതിന് ശേഷം 7 മറ്റോ ആണ് മാരിയ ഈജിപ്തിൽ നിന്ന് വരുന്നത്. ഇത്രയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ വിവാഹം ചെയ്തില്ല എന്ന കള്ളം തട്ടിവിടുകയും ചെയ്യുന്നു. അപ്പോൾ മുസ്തഫ എന്നെ പറഞ്ഞ അനുസരിച്ച് ഇത് ഒരു സുന്നത്തായിട്ട് മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. മുസ്തഫന്റെ ചോദ്യം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതൊക്കെ സുന്നത്തല്ലേ, അപ്പം പിന്നെ ഇത്രയും വിവാഹം ചെയ്തത് സുന്നത്താവില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ 5-8 കൊല്ലം നബി വിവാഹം ചെയ്യാതിരുന്നതും സുന്നത്താവുമല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിവാഹത്തെയും നിരാകരിക്കുകയാണ്. അതിന് ചോദ്യമുണ്ട്, ഈ 10 കൊല്ലത്തിൻ്റെ അടുക്ക് ഇത്രയും വിവാഹം, 27 വിവാഹം, 27 യുദ്ധം, ഇതൊക്കെ മനുഷ്യന് സാധ്യമാണോ? അപ്പം മനുഷ്യന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എങ്ങനെ കാര്യങ്ങൾ കൈയാളുന്നു എന്ന് ആലോചിച്ചും അത് പഠിച്ചിട്ടും വേണ്ടേ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ. 10 കൊല്ലം കൊണ്ട് ഒരാൾക്ക് 27 യുദ്ധം ചെയ്യാൻ കഴിയൂല, അല്ലെങ്കിൽ 27 വിവാഹം ചെയ്യാൻ കഴിയൂല എന്നൊക്കെ എങ്ങനെയാണ് അടുത്തും തീരുമാനിക്കുക? അപ്പം തനിക്ക് തോന്നിയത് വിളിച്ചു പറയാം, എന്നിട്ട് അത് ഖുർആനിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ മഹത്വമായിട്ട് കൊട്ടിഘോഷിക്കാം. അതിലൂടെ ആളായി രംഗത്ത് വരാം. എന്നിട്ട് ഇസ്ലാമിക സമൂഹത്തെ തീർത്തും തെറി പറഞ്ഞിട്ട് താൻ മാത്രമാണ് ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുത്തന് ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വന്നിട്ടുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും പോലും ഖുർആൻ മനസ്സിലായിട്ടില്ല എന്നാണ് ഇവന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പിന്നെ സ്വത്തുമായിട്ട് അന്വേഷിച്ച് നബിയുടെ അനന്തരാവകാശം അന്വേഷിച്ച് വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത തീരുമാനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പോലും ഇസ്ലാം മനസ്സിലായില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ. അപ്പം താൻ മാത്രമാണ്, താനാണ്. അപ്പം താനിത് അന്വേഷിച്ചുകൊണ്ടിരിക്കാം. ഏത് ഇസ്ലാം, ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാം എന്താണ്, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. എന്നിട്ട് അതിൻ്റെ അടുക്ക്
മുആവിയൻ്റെ മതം എന്ന് പറഞ്ഞിട്ട് മുആവിയ മുസഫൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മുആവിയ ആളുകൾ നടപ്പിൽ വരുത്തിയ സംഗതികളുമായിട്ടാണ് പിന്നെയും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ജുമാ ഖുതുബ പറഞ്ഞാട്ട് 2 ഖുതുബയും മറ്റുമൊക്കെ നടക്കുന്നത്. ഖുർആനിൽ എവിടെയാണ് ഇങ്ങനെയുള്ള ഖുതുബ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഒന്നുമില്ല. ഇങ്ങനെ തരം പോലെ തനിക്ക് തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു മുട്ടാളൻ എന്നോ ഒരു ഭ്രാന്തൻ എന്നോ ഒക്കെ ഈ മുസ്തഫയെ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞു പോയാൽ അവരെ ഒരിക്കലും നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്തഫയെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാം. അപ്പോൾ ചരിത്രത്തെ പോലും തള്ളി പറയാന്ന് പറഞ്ഞാൽ അത്തരം ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാം. ചരിത്രത്തിൽ ചില അനുമാനങ്ങളും ഇതൊക്കെ ഉണ്ടാവാം, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ പറഞ്ഞ എല്ലാം അസത്യമാണ് എന്നൊരുത്തന് വിളിച്ചു പറയണമെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട് എന്ന് തന്നെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഇസ്ലാമിനെ ഇങ്ങനെയൊക്കെ തെറി പറയാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളും പിമ്പലങ്ങളും ഒക്കെ അത് വേറെ ഉണ്ടാവും. അപ്പോൾ 2 സംഗതിയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് മാനസികമായിട്ടുള്ള എന്തോ തകരാറുണ്ട്, രണ്ടാമത്തേത് ഇസ്ലാമിക വിരോധികളുടെ പിമ്പലവുമുണ്ട് എന്നതാണ് ഇത്തരത്തിലുള്ള അർത്ഥരഹിതമായിട്ടുള്ള സംഗതികൾ വിളിച്ചു പറയുമ്പം അതിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം.